ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ കളി എല്ലാവരും കണ്ടില്ല, നല്ല കിഡിലോസ്കി കളിയല്ലായിരുന്നു. വലിച്ച് കീറി കളഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ ഇന്ത്യ. നമ്മുടെ ഇഷാൻ കിഷൻ ചെക്കൻ 40/77 പ്ലെയർ ഓഫ് ദ മാച്ച്. സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 175-7 ആയിരുന്നു ഇന്ത്യ. പാകിസ്ഥാൻ 18 ഓവർ 114 എല്ലാം പോയി. ഇഷാൻ കിഷൻ 40/77, തിലക് വർമ്മ 24/25, അതുപോലെ സൂര്യകുമാർ യാദവ്, ഇവരെല്ലാം നല്ല അത്യാവശ്യം തിരക്കില്ലാതിൽ കളിച്ചു. സ്പിൻ പിച്ചായിട്ട് പോലും നല്ല അടിപൊളി കളിയായിരുന്നു. അവരുടെ ഡെക്ക് സ്റ്റാർട്ട് ചെയ്തു. ബുംറേനെ തീർക്കുമെന്ന് പറഞ്ഞാൽ ആകെ കണ്ട ഉസ്മാൻ ഖാനും ഷെയ്ൻ അഫ്രീദിയും കൂടിയുണ്ട് രണ്ടക്കം കടന്നുകൊണ്ടാണ് അവർ 114 എന്ന സ്കോറിലേക്ക് എത്തിയത്. അഭിഷേക് ശർമ്മ കാര്യം പറഞ്ഞാൽ പുള്ളി ഡെക്കാണ്. ഇപ്പോൾ അവസാനം കളിച്ച 6 കളിയിൽ 4 ഡെക്കുണ്ട്. സഞ്ജുവിന് ഇതിലും ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവർ നമ്മുടെ BCCI അതൊന്നും അംഗീകരിക്കില്ലല്ലോ, പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അഭിഷേക് ശർമ്മ വൻ ഫ്ലോപ്പാണ്. 2 കളിയിലും ഡെക്കാണ്. ഇഷാൻ കിഷൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ കാണുന്നത് ലോകകപ്പിൽ. ഇഷാൻ കിഷൻ ഒരു സംഭവം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇഷാൻ കിഷൻ നല്ല കളിയാട്ടോ. ഇപ്പം സഞ്ജു ഫാനാണെങ്കിൽ പോലും ഇഷാനെ നമ്മൾ അംഗീകരിക്കാണ്ട് വയ്യ. സൂര്യകുമാർ യാദവ് തരക്കേടില്ലാത്ത പ്രകടനമായിരുന്നു. സ്പിൻ പിച്ചായിട്ട് പുള്ളി ഒരു ആങ്കർ റോളിൽ കളിച്ചു. നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു കേട്ടോ. തിലക് വർമ്മ ഇപ്പം ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ബോളൊന്നും അങ്ങ് അത്ര വലിയ ടച്ചല്ല. പുള്ളി ഏതെങ്കിലും കളിയിൽ ഫോമായി വരും, എന്നാലും കുഴപ്പമില്ലാണ്ട് കളിച്ചു. ഹർദിക് പാണ്ഡ്യ മുകളിലേക്ക് തൂഫാനായിരുന്നു. കഴിഞ്ഞതിന് മുമ്പിലത്തെ കളി കളിച്ച പോലെ പൊക്കി. പക്ഷേ പുള്ളി ബോളിങ് ഒന്നും പറയാനില്ല. എന്ത് ബോളിങ്ങാണ് എൻ്റെ അമ്മോ. ന്യൂ ബോളിലേക്ക് എറിഞ്ഞാൽ ബോള് അവരുടെ കിളി പറന്നുപോയി. പിന്നെ ശിവന്തുപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല ഫീൽഡറും കൂടിയാട്ടോ പുള്ളി. പണ്ടൊന്നും അങ്ങനെ ഫീൽഡിങ് അത്ര പോയായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഫീൽഡിങ് നല്ല ഫീൽഡിങ്ങാണ്. അതുപോലെ റിങ്കു സിങ്ങിൻ്റെ ഫീൽഡിങ്. ശിവന്തുമ്പോൾ നല്ല അത്യാവശ്യം പക്വതയോടെയാണ് ബാറ്റ് വീശുന്നത്. ഇന്നലെ റിങ്കു സിങ്ങും നല്ലൊരു ഒരു 6 ഒരു 4 അടിച്ചു. പുള്ളി അടുത്ത കളിയിൽ മിക്കവാറും ഒഴിവായേനെ, പക്ഷേ പുള്ളി രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ സഞ്ജു ആ പൊസിഷനിലേക്ക് വന്നേനെ. അതുപോലെ അക്സർ പട്ടേൽ ബാറ്റിംഗ് ഭയങ്കര ദുരന്തമാണ്. ബോളിംഗ് നല്ല കിടിലൻ ബോളിങ്ങാണ്. ബുംറ ഇന്നലെ സെക്കൻഡ് ഓവറിലെ 2 വിക്കറ്റ് എടുത്തത് കേട്ടോ. പിന്നെ കുൽദീപ് യാദവിന് 1 വിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ കളിയെല്ലാം നല്ല അടിപൊളി കളിയായിരുന്നു. വരുൺ ചക്രവർത്തിക്ക് 2 വിക്കറ്റ് ഉണ്ട്. പാകിസ്ഥാൻ എന്ത് കളിക്കാനാണ് വന്നതെന്നറിയില്ല. ഇന്ത്യ ബോളർമാർ ഒരു കുത്തിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ ബോളുകൾക്കൊന്നും എതിരില്ലാത്ത ബോളിങ്ങാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വന്നത് കേട്ടോ. ഇനി അടുത്ത കളി വരുന്ന പാകിസ്ഥാൻ്റെ കളി നമീബിയ ആയിട്ട്. ആ കളിയിൽ പാകിസ്ഥാൻ നല്ല മാർജിനിൽ ജയിച്ചില്ലെങ്കിൽ USA കയറി പോകുന്നതാണ്. നല്ല മാർജിനല്ല, ജസ്റ്റ് ജയിച്ചാലും മതി. പക്ഷേ USA ഇപ്പം 2ാം പൊസിഷനിലാണ്. ഇന്ത്യ ഫസ്റ്റ്, USA സെക്കൻഡ്, തേർഡ് പാകിസ്ഥാൻ. അടുത്ത കളി പാകിസ്ഥാൻ പൊട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ നേരെ ആ വഴിക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഇന്ത്യ എന്നായാലും അപരാജിതമായ കളിയാണ് വേൾഡ് കപ്പിൽ നടത്തുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അതിനെപ്പറ്റി റിവ്യൂ ആയിട്ട്. അതുവരെ ബൈ.